മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ സമയം ആകാശവും ഭൂമിയും ഒരുപോലെ കരഞ്ഞ ദിവസം. സഹാബിമാർക്കൊന്നും പലർക്കും അംഗീകരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. എല്ലാ സഹാബിമാരും പൊട്ടി കരയാൻ തുടങ്ങി. പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിൽ ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു സഹാബിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അള്ളാന്റെ റസൂലില്ലാത്ത മദീനയിൽ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആർക്കും വേണ്ടാത്ത ഒരു അടിമയായിരിക്കുന്ന സമയത്ത് തന്നെ മാറോട് ചേർത്ത് പിടിച്ച ആളാണ് അള്ളാന്റെ റസൂൽ. തനിക്ക് മറ്റു സഹാബിമാരെ പോലെ പറയാൻ മാത്രം കുലമഹിമയോ പാരമ്പര്യമോ ഇല്ലാത്ത സമയത്തും അള്ളാന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തോളോട് ചേർത്ത് വെച്ചിരുന്നു. ഒരിക്കൽ മിമ്പറിൽ കയറി അള്ളാന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിലാലെ, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ സ്വർഗ്ഗം സന്ദർശിക്കുകയുണ്ടായി. ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കാലടി ശബ്ദം ഞാൻ കേട്ടു ബിലാലെ എന്ന് പറഞ്ഞു റസൂൽ. മക്കം ഫതഹിന്റെ സമയം അള്ളാന്റെ റസൂൽ മക്ക കീഴടക്കി. പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് ആരായിരിക്കും തക്ബീർ ചൊല്ലുക എന്ന് സഹാബിമാരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നു. അത് ഞാനായിരിക്കണേ എന്ന് പല സഹാബിമാരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് തിരിഞ്ഞത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യമായി കഅബയുടെ മുകളിൽ കയറി തക്ബീർ ചൊല്ലിയത്. അങ്ങനത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂൽ ഇല്ലാത്ത മദീനയിൽ നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് നാട് വിട്ടുപോയി. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ച് മദീനയിൽ വരുന്നത്. മദീനയിലെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷമായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ, നിങ്ങളെ ബാങ്ക് ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സ്ഥലത്തെപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബാങ്ക് പൂർത്തിയാക്കാനായി. അത്രമേൽ റസൂലിനെ സ്നേഹിച്ച, റസൂലിനെ തിരിച്ചും സ്നേഹിച്ച സഹാബിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു.